നമസ്കാരം. ഇന്ത്യൻ ജനതയ്ക്കെതിരെ ആയുധമെടുത്തവനെ ഇനി സാരോപദേശം നൽകിയും മാപ്പ് കൊടുത്തും പുണ്യാളന്മാരാക്കി രൂപക്കൂട്ടിലിരുത്താൻ ഇന്ത്യ ഒരുക്കമല്ല. ഇന്ത്യൻ മണ്ണിൽ ചോര വീഴ്ത്തിയവർക്ക് കഴുത്തിന് മുകളിൽ തല കാണില്ല എന്ന കാര്യം ഇനി കൃത്യമായി ഭയത്തോടെ ചരിത്രം കുറിച്ചുവെക്കും, ഓർമ്മപ്പെടുത്തും. അത്തരത്തിലൊരു നിർണായക തീരുമാനത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യ. 2008 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടത്തിയ പരമ്പര സ്ഫോടന കേസിൽ ഗുജറാത്ത് ഹൈക്കോടതി പ്രത്യേക കോടതിയുടെ വിധി ശരിവച്ച് 38 പ്രതികളുടെ വധശിക്ഷയും 11 പേരുടെ ജീവപര്യന്തം തടവും നിലനിർത്തിയിരിക്കുകയാണ്. 56 പേരുടെ ജീവനെടുത്തതും 200-ലധികം പേരെ പരിക്കേൽപ്പിച്ചതുമായ ആക്രമണവുമായി ബന്ധപ്പെട്ട ഈ വിധി ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിയമ പോരാട്ടത്തിലെ ഒരു നിർണായക നാഴികക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവരിൽ 3 പേർ മലയാളികളാണ്. ഒരു മലയാളി ഉൾപ്പെടെ 11 പേരുടെ ജീവപര്യന്തവും ഹൈക്കോടതി അംഗീകരിച്ചു. ഇന്ത്യൻ മുജാഹിദ്ദീൻ ആസൂത്രണം ചെയ്ത 2008 ജൂലൈ 26 സ്ഫോടന പരമ്പരകളിൽ 56 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 246 പേർക്ക് പരിക്കേറ്റു. കോട്ടയം ഈരാറ്റുപേട്ട പീടിക്കൽ അബ്ദുൽ കരീമിന്റെ മക്കളായ ഷിബിലി, ഷാദുലി, മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി സൈനുദ്ദീന്റെ മകൻ ET ഷറഫുദ്ദീൻ എന്നിവരാണ് വധശിക്ഷാ പട്ടികയിലുള്ള മലയാളികൾ. ആലുവ കുഞ്ഞനിക്കര പെരുന്തല്ലി മുഹമ്മദ് അൻസാറിനാണ് ജീവപര്യന്തം തടവ്. 2022 ഫെബ്രുവരി 18 അഹമ്മദാബാദിലെ പ്രത്യേക കോടതി ജഡ്ജി AR പട്ടേൽ 49 പേർക്ക് നൽകിയ ശിക്ഷ ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായും ശരിവച്ചിരിക്കുകയാണ്. ഇരകൾക്ക് 2027 മാർച്ച് 31-നകം നഷ്ടപരിഹാരം നൽകാനും ജസ്റ്റിസുമാരായ AY കോഗ്ജയും SJ ദവയും ഗുജറാത്ത് സർക്കാരിനോട് ഉത്തരവിട്ടു. ഗുജറാത്ത് കലാപത്തിന് പ്രതികാരമായി ഇന്ത്യൻ മുജാഹിദ്ദീൻ രാജ്യത്തെ പ്രധാന പട്ടണങ്ങളിൽ നടത്തിയ സ്ഫോടന പരമ്പരകളിൽ ഒന്നാണ് അഹമ്മദാബാദിലേത്. ഇത് കേസിലെ ഒരു വിധി മാത്രമല്ല, ഭീകരവാദത്തിനെതിരെ രാജ്യം സ്വീകരിച്ച ദീർഘകാല നിയമ സുരക്ഷാ രഹസ്യാന്വേഷണ പോരാട്ടത്തിന്റെ തുടർച്ച കൂടിയാണ്. 2000-ന്റെ തുടക്കത്തിൽ ഇന്ത്യ തുടർച്ചയായ ഭീകരാക്രമണങ്ങളുടെ ലക്ഷ്യകേന്ദ്രമായിരുന്നു. പാർലമെന്റ് ആക്രമണം, അക്ഷർധാം ആക്രമണം, ഡൽഹി, ജയ്പൂർ, അഹമ്മദാബാദ്, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലെ വിവിധ സ്ഫോടനങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി തീർത്തു. പ്രത്യേകിച്ച് 2008 അഹമ്മദാബാദ് സ്ഫോടനം ഒരേ സമയം നിരവധി സ്ഥലങ്ങളിൽ നടന്ന ആസൂത്രിത ആക്രമണമായിരുന്നു. അന്വേഷണം വ്യാപകമായി നീണ്ടു. വർഷങ്ങളായ വിചാരണകൾക്കു ശേഷമാണ് പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി അത് ശരിവച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ സമീപനത്തിൽ കഴിഞ്ഞ ഒരു ദശകത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായതായി സുരക്ഷാ വിദഗ്ധർ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം, ഡിജിറ്റൽ നിരീക്ഷണ ശേഷി, സാമ്പത്തിക ഇടപാടുകളെ പിന്തുടരുന്ന അന്വേഷണങ്ങൾ, അതിർത്തി സുരക്ഷ, ദേശീയ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി ഭീകര സംഘടനകളുടെ ധനസ്രോതസ്സുകൾ കണ്ടെത്താനും ശൃംഖലകൾ തകർക്കാനും കൂടുതൽ പ്രാധാന്യം നൽകി. അതേസമയം ഭീകരവിരുദ്ധ നടപടികൾ ഭരണഘടനയും നിയമപരമായ നടപടിക്രമങ്ങളും മനുഷ്യാവകാശങ്ങളും പാലിച്ചായിരിക്കണമെന്നതും ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രധാന തത്വമാണ്. ശക്തമായ സുരക്ഷയും നിയമവാഴ്ചയും ഒരുമിച്ച് നിലനിർത്തുക എന്നതാണ് ദീർഘകാല വിജയത്തിന്റെ അടിസ്ഥാനം. അഹമ്മദാബാദ് കേസിലെ ഹൈക്കോടതി വിധി ഭീകരാക്രമണങ്ങളുടെ ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നീതിയുടെ ഒരു ഘട്ടമായി വിലയിരുത്താം. എന്നാൽ ഈ പോരാട്ടം ഒരു കോടതി വിധിയോടെ അവസാനിക്കുന്നതല്ല. തീവ്രവാദ ശൃംഖലകളുടെ രൂപവും പ്രവർത്തന രീതികളും കാലാനുസൃതമായി മാറുന്നതിനാൽ സുരക്ഷാ സംവിധാനങ്ങളും നിരന്തരം നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയുടെ ചരിത്രം കാണിക്കുന്നത് ഓരോ വലിയ ആക്രമണത്തിനും ശേഷം സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് തന്നെയാണ്. രഹസ്യവിവര ശേഖരണം, സംസ്ഥാന കേന്ദ്ര ഏകോപനം, സാങ്കേതിക വിദ്യയുടെ പ്രയോജനം, ധനസ്രോതസ്സുകളുടെ നിരീക്ഷണം എന്നിവ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിർണായക ഘടകങ്ങളായി മാറി. അഹമ്മദാബാദ് സ്ഫോടന കേസിലെ ഹൈക്കോടതി വിധി അതുകൊണ്ട് തന്നെ ഒരു നിയമവിധി മാത്രമല്ല, ഭീകരവാദത്തിനെതിരെ ജനാധിപത്യ സംവിധാനങ്ങൾ നിയമപരമായി പ്രതികരിക്കുമെന്നുള്ളതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ്.